എല്ലാവർക്കും നമസ്കാരം. ജിഷ മധു വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയോട് ചേർന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് എടക്കാനം. ഇവിടെ 1500 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. തികച്ചും ജീർണാവസ്ഥയിലായ ക്ഷേത്രം. പുഴക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അങ്ങനെയിരിക്കെ ഒരിക്കൽ എടക്കാനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുമേനി ഈ വഴി പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ജീവൻ തുടിക്കുന്ന, ചൈതന്യം ഒട്ടും കുറയാത്ത സുബ്രഹ്മണ്യ വിഗ്രഹം അനാഥമായി കിടക്കുന്നത് കണ്ടു. തിരുമേനി മറിച്ചൊന്നും ആലോചിച്ചില്ല. താൻ പൂജ നടത്തുന്ന എടക്കാനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി പൂജ നടത്തി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കാലപ്പഴക്കം കൊണ്ട് പുനരുദ്ധാരണം വേണമെന്നായി. അങ്ങനെ സ്വർണപ്രശ്ന ചിന്ത നടത്തിയപ്പോഴാണ് നമ്മുടെ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ വിഗ്രഹം മറ്റെവിടെ നിന്നോ ഇവിടെ എത്തിയിട്ടുള്ളതാണെന്ന് മനസ്സിലായത്. അതിനുശേഷം അവിടെ തന്നെ ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ക്ഷേത്ര നിർമ്മാണത്തിനായി 2-3 തവണ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അങ്ങനെയിരിക്കെ ഈ ക്ഷേത്രത്തിന്റെ ആരുടെ സ്ഥാനമായി കരുതപ്പെടുന്ന സ്ഥലം ഇന്ന് പഴശ്ശി ജലസംഭരണിയുടേതായി മാറുകയും ചെയ്തിരുന്നു. ഒരുപാട് ശ്രമിച്ചെങ്കിലും സ്ഥലം തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ എടക്കാനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന AK രാമദാസ് മാഷ് തന്റെ സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കമ്മിറ്റിക്ക് നൽകുകയും ചെയ്തു. ആ സ്ഥലത്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന രീതിയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആരുടെ സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിയുന്ന രീതിയിൽ മലയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം. കണ്ണിന് മനോഹരമായ കാഴ്ച നൽകുന്ന ജലസംഭരണിയും മനസ്സിന് കുളിർമ നൽകുന്ന ഭഗവാനും കുടികൊള്ളുന്ന മൂലോത്തുംകുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ വിശ്വാസികളുടെ അകമഴിഞ്ഞ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. എടക്കാനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ബാലാലയത്തിൽ നിന്ന് വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം സുബ്രഹ്മണ്യായ നമഃ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.